എന്താ പട്ടാളം എന്തോ പിടിക്കാൻ പോണത് കാണാനാ ഞങ്ങള്. വ്യായാമം ചെയ്യാനും സമ്മതിക്കല്ല അച്ഛാ. ഇത് ജോഗിങ്ങാ. ജോഗിങ് എന്ന് വെച്ചാല് നമ്മൾ എക്സസൈസ് അല്ല പട്ടാളം. സൈഡിൽ ഇതുപോലത്തെ വരട്ടാ വേണ്ട. ഹംസക്ക ഒരു ചായ. ബഹളം കൂട്ടലടാ അപ്പാച്ചി, ചായ എടുത്തു തരാം. ഇന്നലെ രാത്രി അതിൽ കൂടെ പോകുമ്പോ പാട്ടും കൂത്തൊക്കെ കേട്ടെന്നാണ് നമ്മളെ ചെത്തുകാരൻ ബാസ് പറഞ്ഞത്. ഇതുവരെ പുറത്തേക്ക് പോയപ്പൊന്നും ഉണ്ടായില്ല. അതിനുള്ള സമയമായിട്ടുള്ള ഹംസേ, സ്ഥലത്തെ സ്ഥിതി വിവരക്കണക്കുകൾ അനുസരിച്ച് പട്ടാളം പുറത്തിറങ്ങി കളിക്കൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാ. ബഹുവചനം വേണ്ട, ഞങ്ങളെ കാലത്ത്. അതെ, പട്ടാളം അടങ്ങിയിരിക്കുന്ന ആരും കണക്കാക്കണ്ട. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. എപ്പോഴാ അവരുടെ തോക്ക് പൊട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പ്രശ്നം വെച്ചാലോ? എന്നിട്ട് വേണം ഇവിടെ വേറെ പ്രശ്നം ഉണ്ടാവാൻ അല്ലേ? പ്രശ്നമാവണം. ഈ നാട്ടുകാർ അനുഭവിക്കും വേണം. അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാണോ സർക്കാരിന്റെ നടപടി? ഇതാണോ ജനാധിപത്യം? ഇത് ജനാധിപത്യം അല്ല വിലാക്കണ്ടി, ഇതിന്റെ ചായ ക്ലാസ്സാ. കണ്ടിയേട്ടാ, ഈ പട്ടാളക്കാരുടെ മുടി വെട്ടാൻ ഓർഡർ കിട്ടുമോ? ഒരു 10 തല കിട്ടിയിരുന്നെങ്കിലേ. കണ്ടിയേട്ടൻ നിന്റെ അപ്പന്റെ നിന്റെ തല അവനെടുക്കാണ്ട് നോക്കിക്കോ. അവനെ കളിയാക്കണ്ട പിലാക്കണ്ടി. വിക്കും വെച്ച് ഒറ്റ പ്രാക്ക് മതി, 4 പ്രാക്കിന്റെ തൂക്ക. പുഷ്കരനോ? വിളിക്കാൻ നിങ്ങൾക്ക് ഈസി, കേൾക്കാൻ എനിക്ക് സുഖം. ഇവിടെ ചുറ്റിക്കറങ്ങിയാർന്ന ആ പട്ടാളത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക്. അവര് തോക്കെടുത്തൊന്ന് പിഷ്കോ ഒന്ന് കാച്ചാണ്ടല്ല, പിന്നെ പുഷ്കോ എന്ന് വിളിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. നിന്ന് വിളിക്കലടാ കുട്ടി പിശാശേ. നീ തിരുമാൻ സായിപ്പിനെ കൊണ്ടുവരാന്നും പറഞ്ഞ് കമ്മീഷൻ മേടിച്ച് മുങ്ങിയിട്ട് നാളെ എത്രയിടാ? ഞാൻ തിരുമുകാർക്ക് കൂലി കൊടുത്ത് മുടിഞ്ഞു. ഞാൻ സെർച്ച് കഴിഞ്ഞിട്ടാണോ? നിന്റെ ഒരു സെർച്ച്. കന്യാകുമാരിയിലെ ഏതോ ട്രാവൽസിലെ ഗൈഡ് ആണെന്നും പറഞ്ഞ് ഇവന് ഈ പണി ഏൽപ്പിച്ചപ്പോഴേ വിശാലം പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. നിന്ന് ഇളിക്കാതെ ആ കലാമണ്ഡലത്തിന്റെ ഗേറ്റിലോ ഭാരതപ്പുഴയുടെ തീരത്തോ കറങ്ങി നടക്കണ ഏതെങ്കിലും സായിപ്പോ മദാമ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വാടാ. പട്ടാളം ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അവരൊന്ന് ക്യാൻവാസ് ചെയ്താലോ വൈദ്യരേട്ടാ? ഞാനൊരു ഒറ്റ അത് ശരിയാ. നേരെ ക്യാമ്പിലോട്ട് അല്ലേ? അവർക്ക് ഉന്നം പിടിക്കാൻ ഒരു മനുഷ്യകോലത്തിന് കിട്ടാൻ കാത്തിരിക്കുക. അതിന് ഓർക്ക് മനുഷ്യക്കോലം തന്നെ വേണ്ട ഗോപാൽജി. ഇതാരാ? ഇതാണ് പട്ടാമ്പി സാറ്. പട്ടാമ്പിയ? പട്ടാമ്പി അല്ല, പട്ടാമ്പി. പാലക്കാടൻ പട്ടര. പട്ടാളം. ഹലോ, തന്നെ ഇറങ്ങി വാടോ. എന്താണോ വിളിച്ചാ വരാനും മടി? എന്തിനാ സാറേ? ഓ, അപ്പൊ താൻ കാര്യം എന്തെന്ന് അറിഞ്ഞാലേ കയറുള്ളൂ. അതല്ല. എടോ, അങ്ങോട്ടല്ല മുമ്പോട്ട്. ഒന്ന് വേഗം ആവട്ടോ. പടച്ചോനെ, നമ്മളെ സുഖൂനെ പട്ടാളം പൊക്കിയല്ലോ. പോലീസായാലും പട്ടാളായാലും അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റോ? ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടേ. പട്ടാളല്ലേ പൊക്കിയത്? കുറച്ചു പേര് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കാം. ഇനിയിപ്പോ ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? നമുക്ക് കുറച്ചാക്കി ക്യാമ്പിലേക്ക് പോകും. എനിക്കൊരു പ്രശ്നം വെപ്പുണ്ട്, അത് മുടക്കാൻ പറ്റില്ല. ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടാണാവോ? പട്ടാളത്തിന് അങ്ങനെയൊന്നുമില്ല. സംശയം തോന്നി ഞങ്ങൾ ആരെയും പൊക്കും. ഞങ്ങളാ? അതെ. എന്നാ നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. വൈദ്യരെ, നിങ്ങൾ ഗോപാലത്തിന് ഇങ്ങോട്ട് വന്ന് വീട്ടിൽ പോയി വിവരം പറയും. ഞങ്ങൾ ക്യാമ്പിലേക്കോട്ടെ. വിവാദം നീ അതൊക്കെ അല്ലേ പൂടി കുട്ടി കളിച്ചല്ലേ? പേര് പോയി നോക്കാം. ഈ താടി പഠിച്ചിട്ട് പോണോ? ക്യാമ്പിലേക്ക് വാ. എന്താ തന്റെ പേര്? തനിക്കിവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിയോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. ചോദിച്ചതിന് ഉത്തരം പറയും. അതിന് താൻ എന്തിനോടോ കരയുന്നു? എടോ, താൻ എന്തിനാ കരയുന്നു? അയ്യേ, എടോ, താൻ എന്ത് പണിയെ കാണിച്ചത്? സാറേ, വലിയ മെനക്കേടായല്ലോ. എടോ, കരുത്ത് നിർത്താൻ. എടോ, ഞാൻ തന്നെ കൊല്ലാൻ കൊണ്ട് പോകുന്നല്ലോ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണിച്ചു തരാനാ. ആ, കള്ളൻ തൽക്കാലം ഇങ്ങനെ നിന്നാ മതി. ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ. താനിവിടെ ഇരുന്നോ. ധൈര്യത്തിന്റെ മുണ്ട് നിറഞ്ഞ ആരും കാണണ്ട.
കേട്ടോ. നാളെ എല്ലാ എഡിഷനിലും കളറിൽ തന്നെ കേറണം. ശരി സാർ. നാളത്തെ പത്രത്തിൽ തന്നെ കേറുവോ? കേറും. നിന്റെ ചരമ വാർത്ത ഡോ ഈ തൊണ്ടി സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ കൊടുത്തേക്ക്. അയ്യോ അത് സാറിന്റെ വീടല്ലേ? പിന്നെ May I come in? Yes, come in. അയ്യോ SI. I am SI കേശവൻ, ഗബ്ബാർ കേശവൻ. എന്താ സംശയം ഉണ്ടോ? അയ്യോ ഇല്ല, ഐ എം സോറി, മനസ്സിലായില്ല. സത്യമായിട്ട് മനസ്സിലായില്ല. ഈ ഗബ്ബാർ എന്ന് പറയുന്നത് വീട്ടുപേരോ അതോ? ആ വീട്ടുപേര് സ്ഥലപ്പേരൊന്നുമല്ല. എന്റെ ഈ സ്റ്റൈല് കണ്ട് നാട്ടുകാരെനിക്ക് കിട്ട പേരാ. പിന്നെ ഞാനത് സ്ഥിരമാക്കി. സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. കൊള്ളാം, നന്നായിരുന്നു. ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേട്ടകളാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ, അതിരിക്കട്ടെ, നമ്മളാരാ, എന്താ കാര്യം? ഞാൻ RAF ക്യാമ്പെന്ന്. ആ ബംഗ്ലാവ് കുന്നിൽ കുറെ മൽഗുണന്മാര് വന്നിറങ്ങിട്ടെന്ന് കേട്ട്. പക്ഷെ ഇപ്പോഴും എന്തിന് പോലീസ് തന്നെ വേണം? പോടാ, നിന്റെ മുറി പോടാ. വരട്ടെ. അപ്പോഴേ ഗബ്ബർ സാറേ, ഞാൻ പട്ടാഭിരാമൻ, മേജർ പട്ടാഭിരാമൻ, ക്യാമ്പിൽ നിന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നു. ആരെയും കാണാഞ്ഞോണ്ട് തെരഞ്ഞിറങ്ങിയതാ. അയ്യോ, സത്യമായിട്ട് സഹായം വേണമെന്ന് അറിഞ്ഞില്ല സാർ. ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ. അയ്യോ, ഈ സ്റ്റേഷനിൽ ഇപ്പൊ കറവില്ല സാർ, സത്യമായിട്ടില്ല. ഞങ്ങളിവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ. വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. പാൽ എവിടെ കിട്ടുന്ന പറയാ. ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ, കറവനാരായണൻ. പകല് കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ, കേട്ടോ. ഞാൻ വേണമെങ്കിൽ ആളെ വിട്ട് വിളിപ്പിക്കാം സാർ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? ഇപ്പൊ ഞാൻ പോട്ടെ ഗബ്ബർ സാറേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം. കാണണം. ആ കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? താൻ പോയി ആ പിലാക്കണ്ടി എവിടെയാണ് തപ്പടോ? ഇതിലും ഭേദം വല്ല മുത്തങ്ങയിലേക്ക് ഇറാഖിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കുന്നതാ. അതെ, നമ്മളെല്ലാരും കൂടെ പോണോ? സംഗതി പട്ടാളോടെ. നീ ധൈര്യമായിട്ട് വാ പുഷ്കു. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇത് അങ്ങനെ വിടാൻ പറ്റോ? ഇന്ന് സൂര്യ പൊക്കി, നാളെ നമ്മളെ പൊക്കിൽ എന്താ ഉറപ്പ്? ഇവനാ ഇങ്ങോട്ട് പാടോ. ഞാനാ. താനാണ് ഇവിടുത്തെ നേതാവല്ലേ? അങ്ങനെയൊന്നുമില്ല. കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി. അതും വെച്ചിട്ട് വെളച്ചിലെടുത്താലുണ്ടല്ലോ, തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്നാക്കി കളയും. മനസ്സിലായോ? സാറ് പറഞ്ഞു കേട്ടില്ലേ? എല്ലാരും മാറുന്നേടാ. സാറ് പോയട്ടെ, എല്ലാരും പാവത്തന്മാരാണ്. നീന്താടാ കുഞ്ഞായിട്ട് നിൽക്കണേ? പട്ടാളക്കാരൻ നിന്നെ പീഡിപ്പിച്ചോ? പീഡിപ്പിച്ചൊന്നുമില്ല, ഒന്ന് പേടിപ്പിച്ചു. നമ്മള് കരുതിയിരുന്ന പോലെ കുഴപ്പക്കാരനൊന്നല്ലേ. ഞാനിത് എത്ര കണ്ടതാ ഡൽഹിയില്. ഇന്ത്യ ഗേറ്റ് തൊട്ട് തോക്കും കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് മുഴുവൻ യുവമാരല്ലേ. എന്നാലും ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. എന്നും ഇങ്ങനെ ജീവനോടെ തിരിച്ചു വരണമെന്നില്ല. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. മയ്യത്തും കാര്യമില്ല ഓന്റെ ഒരു ബിരിയാണി കച്ചവടം. അതിന്റെ ഒരു പോളിസി. അണ്ണനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇതിന് അന്ന് RAF-ലേക്ക് ഡെപ്യൂട്ടേഷൻ എഴുതി കൊടുത്തപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ടില്ലാന്ന്. അവിടെ ബോർഡറിലാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് കഴിയായിരുന്നു. വരുന്ന വഴിക്ക് എന്തിനാ എന്റെ ലിക്കർ കോട്ട സ്റ്റോപ്പ് ചെയ്ത്? അതോ, ഞാനും കൂടെ അവിടെ ഇല്ലെങ്കിൽ റമ്മി കുളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ നിന്റെ അപ്പത്തിന് വാക്ക് കൊടുത്തിട്ടുള്ളത് എന്റെ കുടി കൺട്രോൾ ചെയ്തോളാം. അത് ശരി. ലിക്കർ കോട്ടയില്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രണ്ട്സും കമ്പനി ആയിട്ട് ലാവിഷായിട്ട് കഴിയായിരുന്നു. സ്പെഷ്യൽ റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ട് എന്നെ കൂട്ടി കൊണ്ടുവന്നതിനാ പച്ചക്കറി ആക്കാനോ? നിനക്ക് അവിടെ ഫ്രണ്ട്സും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടല്ലോ. എനിക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലേ? പൊയ്ക്കോ, ഞാൻ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തോളാം. അതല്ല അണ്ണാ,
ഇത്രയും നല്ല ആൽക്കഹോളിക് വെതറുള്ള സ്ഥലത്ത് വൈകുന്നേരം ആ കുളി കഴിഞ്ഞിട്ട് ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് 4 എണ്ണ ഒഴിച്ച് ഗ്ലഞ്ചം അടിച്ചിട്ട് ആ വാച്ച് ടവറിന്റെ മുകളിൽ കയറി ഇരുന്നാണ്ടല്ലോ എനിക്ക് കൊതിയായിട്ട് പാടില്ല. എന്നിട്ട് വേണം അതിന്റെ മുകളിൽ താഴോട്ട് വീഴാൻ. ഇതാ പറഞ്ഞത് ശരിയാവില്ലെന്ന്. ഒരു കാലത്തും ശരിയാവില്ല. ടവറിന്റെ മുകളിൽ ഇരിക്കില്ല, ഗ്രൗണ്ടിൽ ഇരിക്കാലോ. അണ്ണാ പ്ലീസ്, ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല, കർത്താവാണ് സത്യം. വേണമെങ്കിൽ എന്റെ കോട്ടയം 2 പേർക്ക് തരാം. 2 എണ്ണം കിട്ടിയിട്ട് എന്താണ് നാവ് പാനിക്കാനാണ്? അപ്പൊയ്ക്കോ 3 എണ്ണം. ഒഴി. चलो चलो कमांडर साहब ने बुलाया चलो चलते रहे धक्का क्यों मार रहे मारी का गलती हो गई भाई बाप മഴവേട്ട വെറുതെ എങ്ങനെയും തൂങ്ങണോ? പെൻഷൻ പറ്റി വല്ല ചിട്ടി കമ്പനിക്കാ ജ്വല്ലറിക്കാ കാവല് നിൽക്കാറായില്ലേ? വീട്ടിലെ പോയി പറടാ. ബോബൻ മനുഷ്യനെ ബോറടിപ്പിച്ചു കൊല്ലാന്ന് ഈ സാറ് വല്ല നേരത്തെ നേർന്നിട്ടുണ്ടാ. ഞാൻ തന്നെ ഈ പടം 12ാമത്തെ തവണ കാണുന്നത്. എന്നാ നിനക്ക് ഷക്കീല പടം കാണിച്ചാടാ. എടാ, എന്നും പട്ടാളക്കാരുടെ പടം കാണിച്ച് ഒരു പട്ടാളക്കാരുടെ ധർമ്മം എന്താണ് നമ്മളെ പഠിപ്പിക്കാനാണ് സാറിന്റെ ശ്രമം. പഠിപ്പിച്ചു ഉള്ള ധർമ്മം ഇല്ലാണ്ടാകാതിരുന്നാ മതി. सौ साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज